അടിച്ചു പോയി ഗായ്സ് എന്ന് പറഞ്ഞ് വൈറലായി വന്ന ഒരു യൂട്യൂബർ ഇപ്പം മൊത്തത്തിൽ അടിച്ചു പോയിരിക്കുകയാണ്. ഉള്ള കാറും പോയി, ലൈസൻസും പോയി. ഇനിയിപ്പം ഒരാഴ്ച ആതുര സേവനം ചെയ്ത് നടക്കണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നല്ലൊരു ശിക്ഷയാണ് കൊടുത്തത്. പൊതുസമൂഹത്തിന് എപ്പോഴും ഉപകരിക്കുന്ന അല്ലെങ്കിൽ ഒരു മാതൃകയാക്കേണ്ട ഒരു ശിക്ഷ തന്നെയാണ് കൊടുത്തത്. കാരണം ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബറുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നതെല്ലാം പിള്ളേരും ഒരു 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. കൂടുതലും പിള്ളേരാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാണ്. പണ്ടത്തെ എന്താ ഇംഗ്ലീഷ് യൂട്യൂബർമാർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒന്ന് ഇജാതി പരിപാടി ചെയ്തിട്ട് ബാക്കിയുള്ള നാട്ടുകാർക്ക് മൊത്തം ഉപദ്രവം ഉണ്ടാക്കാൻ നിന്ന സഞ്ജു ടെക്കി. വാർത്തക്കാരൊക്കെ പറയുന്നത് ആവേശം മോഡൽ സ്വിമ്മിംഗ് പൂൾ, അതായത് ആവേശത്തിൽ നമ്മുടെ അമ്പാൻ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് ലോറീൻ്റെ പൊക്കത്ത്. അപ്പം ആ ഒരു ടൈപ്പ് ചെയ്തു എന്നാണ്. പക്ഷേ സഞ്ജു ടെക്കി പറയുന്നത് ഇംഗ്ലീഷ് യൂട്യൂബർമാർ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനും ഇവിടെ ചെയ്തത്. എന്തായാലും മൊത്തത്തിൽ പണി കിട്ടി. ആ വാർത്തയൊന്ന് കാണിച്ചു തരാം. ആ വാർത്തയിൽ ആ റിപ്പോർട്ടർ പറയുന്ന എല്ലാ കാര്യവും ശരിയാണ്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇനി കുറേ പേര് ഇറങ്ങാൻ നിൽക്കും. അതായത് സഞ്ജു ടെക്കിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കുറേ പേര് ഇറങ്ങാൻ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി കേരളം കത്തിക്കോ ഇല്ലയോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇനി സഞ്ജു ടെക്കിയുടെ ഭാഗത്ത് നിന്നൊരു വീഡിയോ ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതൊരു സീരിയസ് ആയിരിക്കും കേട്ടോ, സീരിയസ് ആയിരിക്കും ഇത്. കാറ് പോയി MVDയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് കൊടുക്കുന്ന ശിക്ഷ, അത് കഴിഞ്ഞ് ഒരാഴ്ച ഇനി ആതുര സേവനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോകുമ്പം അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ. ഇപ്പം കയ്യും കെട്ടി പൂച്ചേനെ പോലെ നിൽക്കുന്ന മനുഷ്യൻ പോകുന്നതിന് മുമ്പും പുലിയായിരുന്നു, ഇനി MVD ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പുലിയാകും. അപ്പം വാർത്തയിൽ പറയുന്ന പോലെ MVDനെയും ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പം റിപ്പോർട്ടർമാരെയും ചീത്ത വിളിക്കും. എന്തായാലും വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്തു നിന്ന് വെള്ളം വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തുൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കും വെള്ളം എത്തി. ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു. ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ, റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, യൂട്യൂബിൽ വൈറലാകാൻ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെയും, അതിനുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി എങ്ങനെയാണ്? ടെക്കി സഞ്ജുവിനും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർക്കും 3-4 ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിലൊന്ന്, ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആതുര സേവനം ചെയ്യണം. പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ, അപകടമുണ്ടായി വരുന്ന ഓർത്തോ വാർഡിലാണ് സേവനം നടത്തേണ്ടത്. ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം. യൂട്യൂബിൽ ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ പണം നേടിക്കൊടുക്കാം, പക്ഷേ ആളുകൾക്ക് വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. ഈ RTO തന്നെ പറയുന്നുണ്ട്, ഈ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഈ വാഹനത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്തത്. ആ ഒഴുകി ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ കാറിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപക്ഷെ തെന്നി വീഴാം, അപകടമുണ്ടാകാം. ഒപ്പം തന്നെ ഈ വാഹനം ഒരുപക്ഷെ എന്തെങ്കിലും വാഹനത്തിന് കേടുപാടുകൾ പറ്റാനൊക്കെയുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണത, പ്രത്യേകിച്ച് ഈ യൂട്യൂബർമാർ ഇത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാറൊക്കെ ഉപയോഗിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഈ സഞ്ജു ടെക്കിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലവിലുള്ളത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടെ അടുത്താണ്. എൻഫോഴ്സ്മെന്റ് RTO ഇവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിന്റെ പെർമിറ്റ്, RC ബുക്ക് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും. രഘു, ഇവരൊക്കെ എന്തുണ്ടെങ്കിലും അത് വീഡിയോ എടുക്കുകയും യൂട്യൂബിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സാമൂഹ്യ സേവനം ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ ഇനി യൂട്യൂബിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതുമായിരിക്കും. ഉറപ്പായും പ്രതീക്ഷിക്കുക. എന്ന് മാത്രമല്ല, ഇവരിപ്പോൾ ഒരുപക്ഷെ RTO ഓഫീസിലേക്ക് വന്നത്, ഇവർ RTOയോട് സംസാരിക്കുന്നത്, മാധ്യമപ്രവർത്തകർ ഇത് ഷൂട്ട് ചെയ്യുന്നത്, RTOയുടെ വാർത്താ സമ്മേളനം, RTOയായിട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്, ഇതൊക്കെ അധികം വൈകാതെ തന്നെ യൂട്യൂബിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ RTOയെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ
രണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും വരിക. അതിന് കൂടുതൽ റീച്ച് കിട്ടുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം, പണവും കിട്ടും. എന്തായാലും യൂട്യൂബിനെ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു തീരുമാനമാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മോട്ടോർ വാഹനം ഉപയോഗിച്ച് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും അത് യൂട്യൂബിലിട്ട് വരുമാനം നേടുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ഇവർക്കെതിരെ പലപ്പോഴും നമ്മുടെ നിയമത്തിന്റെയൊക്കെ ഒരു പോരായ്മയാണ്. പലപ്പോഴും ഇവർക്ക് ഒരുപക്ഷെ ലൈസൻസ് റദ്ദാക്കും, അല്ലെങ്കിൽ ഇവരുടെ RC ബുക്ക് റദ്ദാക്കും. അങ്ങനെയൊക്കെയുള്ള മറ്റൊരു വലിയൊരു വഴി എന്ന് പറയുന്നത് ഇവർക്ക് നടപ്പാക്കുന്ന ഈ ശിക്ഷാ നടപടി അതെന്തായാലും ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും റീച്ച് ഉണ്ടാകുമല്ലോ, അത് പോസിറ്റീവായിട്ട് ഉപകരിക്കുകയും ചെയ്യുമല്ലോ. പോസിറ്റീവായിട്ട് ഉപകരിക്കും. പക്ഷെ അവർ അതിൽ നിന്നൊരു പാഠം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുള്ളറ്റിൽ ചോദിച്ചു, കഴിഞ്ഞ ദിവസം നമ്മൾ 4 കുട്ടികളെ കണ്ട അവർ ചെയ്ത അബദ്ധം തിരിച്ചറിയുകയും അവർ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമെന്നും അവർ ഈ തെറ്റ് ആവർത്തിക്കപ്പെടരുതെന്ന് അവർക്ക് പിന്നാലെ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇത്തരം യൂട്യൂബർമാരൊന്നും ഒരിക്കലും അത്തരത്തിൽ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും പല യൂട്യൂബർമാരുടെയും ഇത്തരത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള അവരുടെ യുദ്ധമൊക്കെ കണ്ടതാണ്. പലപ്പോഴും നിയമം മോട്ടോർ വാഹനം അല്ലെങ്കിൽ നിയമത്തിന്റെ പക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും, എണ്ണത്തിൽ കുറവായിരിക്കും. ഇവരുടെ ഒരു മാസ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വീര ആരാധന മൂത്ത് ഇവരെ പിന്തുടരുന്ന ആളുകൾ ഇവർക്ക് വലിയ പിന്തുണ നൽകുകയും ഇവർക്ക് വലിയ വീരപരിവേഷം നൽകുകയും ഒക്കെ ചെയ്യുകയും ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ വലിയ സൈബർ ബുള്ളിംഗ് നടത്തുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്കി സഞ്ജു ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത ഏതെങ്കിലും നടപടികൾ കൊണ്ട് അദ്ദേഹം ഈ മോട്ടോർ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല. പിന്നെ ഈ സഞ്ജു ടെക്കിക്ക് ഈ MVD ഓഫീസിൽ പോവുക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുത്തരിയല്ല. പ്രായപൂർത്തിയാകാത്ത പയ്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക, എന്നിട്ട് MVD ഓഫീസിൽ പോവുക, കാറിന് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ നടത്തുക, എന്നിട്ട് MVD ഓഫീസിൽ പോവുക. ഇത് സഞ്ജു ടെക്കിയുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. അത് വെറുതെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇതിലൂടെ സഞ്ജു ടെക്കിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറമാണ്. നല്ല രീതിയിൽ ഒരു വീഡിയോ ഒന്ന് പൈസ ഉണ്ടാക്കുന്നത് കണ്ടേട്ടോ പുള്ളി. അതാണ് പറഞ്ഞത്, ഇത്രയും നാളും പുള്ളിക്കുള്ള വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒറ്റ സ്വിമ്മിംഗ് പൂൾ വീഡിയോയിലൂടെ പുള്ളിക്കുണ്ടായിരിക്കുന്ന റീച്ച് എന്ന് പറഞ്ഞാൽ 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷമാണ്. ഇനി അടുത്തത് വാർത്താ ചാനലുകാർ കൊടുക്കുന്ന റീച്ച്, അത് വേറൊരു ലെവലായിട്ട് മാറും. അപ്പോഴത്തേനും ഈ ബുൾജെറ്റ് കേരളത്തിൽ മൊത്തം അറിയപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണ്? അവരുടെ കേസ് വന്നതിന് ശേഷമാണ്. അപ്പോൾ സഞ്ജു ടെക്കി ഉറപ്പായിട്ടും കേരളത്തിൽ അറിയപ്പെടാത്തവരെല്ലാം കൂടി ഇപ്പോൾ സഞ്ജു ടെക്കിനെ ഉറപ്പായിട്ടും അറിയും. കാരണം ആവേശം മോഡൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും. കാരണം ആവേശം എന്ന് പറഞ്ഞ സിനിമ അത്ര ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ആ മോഡലിൽ സ്വിമ്മിംഗ് പൂൾ ഒരു യൂട്യൂബർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ പേരൊന്ന് വൈറലായി കിട്ടും. അപ്പോൾ ഒരാഴ്ച ആതുര സേവനം എന്ന് പറഞ്ഞാൽ സഞ്ജു ടെക്കി അതിന് ഇരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണേ. പക്ഷേ കൂടെ ഉള്ളവരുടെ കാര്യമാണ് കഷ്ടം. ആ ഡ്രൈവറായിട്ട് പോയ പുള്ളിക്ക് 1 വർഷത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പിന്നെ കൂടെയുള്ള ആൾക്കാർക്ക് ആതുര സേവനത്തിന് പോകണം. അപ്പോൾ പൈസ ഉണ്ടാക്കിയത് സഞ്ജു ടെക്കിയും ബുദ്ധിമുട്ടിയത് മറ്റൊരുമാണ് കേട്ടോ. പക്ഷെ മറ്റവർക്ക് എന്തെങ്കിലും കൊടുക്കുമായിരിക്കും കേട്ടോ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ സഞ്ജു ടെക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കാണ് ഇത്ര സൂക്കേട് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവമൊക്കെ മനസ്സിലായില്ലേ ആർക്കാണ് സൂക്കേട്. ഇനി ഇത് കൂട്ട് സാധനങ്ങൾ ചെയ്യാൻ പോകുന്ന യൂട്യൂബർമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് സ്വന്തം വണ്ടി ചെയ്തത് കൊണ്ടായിരിക്കില്ല പ്രശ്നമായത്. പ്രധാന കാരണം എന്ന് പറയുന്നത് റോഡിലേക്ക് വെള്ളമൊഴുക്കി അവിടെയുള്ള ആൾക്കാർക്ക് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ്. പ്രൈവറ്റായിട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും കൊള്ളാം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. വണ്ടിയും പോയി, MVDയും പിടിച്ചു, ലൈസൻസും പോയി, ആതുര സേവനത്തിനും പോകണം, പൈസ ഉണ്ടാക്കി. എന്നാലും കൊള്ളാം എന്തായാലും.